ഇതെന്താ പെട്ടിയൊക്കെ ആയിട്ടെന്നല്ലേ, എന്താ നാട് വിട്ടു പോവാണോ അങ്ങനെ ഒരു ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതങ്ങനെയല്ല. നാട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ വന്നു ഗൈസ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ പെട്ടി കിട്ടുന്നത്, അതും നാട്ടിൽ നിന്ന്. ഇത് പക്ഷെ എൻ്റെ അമ്മ അയച്ചതല്ല, ഞങ്ങളുടെ ഒരു ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഓർണമെൻറ്റ്സും കോസ്റ്റ്യൂമും വന്ന പെട്ടിയാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ വെയിറ്റ് തേക്കാനായിട്ട് നമ്മുടെ ലീനാപ്പി എന്ന് വെച്ചാൽ നൈസ സ്റ്റുഡിയോയിലെ ലീന ചേച്ചി കുറച്ച് ഐറ്റംസും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ കൊറിയർ സർവീസുകാർ പറയും ഇന്ന സാധനങ്ങൾ നമുക്ക് അയക്കാൻ പറ്റില്ല, ഓർണമെൻറ്റ്സ് പറ്റില്ല, മുടി പറ്റില്ല, സ്നാക്സ് പറ്റില്ല, അച്ചാർ പറ്റില്ല, അത് പറ്റില്ല, ഇത് പറ്റില്ല എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ F7 കൊറിയർ ഹബ്ബുകാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫർസാൻ്റെ ടീം നമ്മളോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, നമുക്ക് അയച്ചു നോക്കാം, തീർച്ചയായും നിങ്ങൾക്ക് എല്ലാം ഒരു പൊട്ടലോ ഒന്നും കൂടാതെ നന്നായിട്ട് തന്നെ സാധനം നമുക്ക് ഈ വേസയിൽ എത്തിക്കാൻ പറ്റുന്ന നല്ല ഉറപ്പ് ആ ഒരു ടീം നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. F7 കൊറിയർ ഹബിൻ്റെ ഈ ഒരു സ്നാക്ക് നോക്കിയാൽ മതി. ഈ സ്നാക്സ് അങ്ങ് ഒന്നും പൊട്ടിയിട്ട് പോലുമില്ല. ഒന്ന് എന്താ പറയുക, ഇങ്ങനെയുള്ള സ്നാക്സ് നമ്മുടെ ഇവിടെ വരുമ്പോഴത്തേനും അത് പൊടിഞ്ഞൊരു പരുവമാകും. പക്ഷെ എനിക്ക് ഈ സ്നാക്സൊക്കെ ഒരു തെറ്റ് കൂടാതെ കിട്ടിയതാണ്ട്. ഇത് കണ്ടോ, നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ സ്നാക്സൊക്കെ കിട്ടി, ഇതാരും എടുത്തു കളഞ്ഞതുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ്യൂംസ് എല്ലാം ഒരു കുഴപ്പവും വരാതെ, എന്ന് വെച്ചാൽ അതിൽ കീറലോ ഒന്നും തന്നെ ഇല്ലാതെ കോസ്റ്റ്യൂംസും അതിനകത്ത് മുടിയും വളയും എന്താ പറയുക കമ്മലുകളും എല്ലാം നമുക്ക് കിട്ടി. ഇതൊന്നും അവർ എക്സ്ട്രാ ഡ്യൂട്ടി എടുത്തിട്ടില്ല, അവർ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ഈ സാധനങ്ങൾ അയച്ചു തന്നതും കേട്ടോ. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഇതൊന്നും അയക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല, അങ്ങനെ അവരെടുത്ത് കളയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല, അവർ ചെക്ക് ചെയ്തിട്ടാണ് ഈ സാധനങ്ങൾ അയച്ചത്. പിന്നെ ഡ്യൂട്ടി അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു പൈസ പോലും ഡ്യൂട്ടി അടച്ചിട്ടില്ല കേട്ടോ. ഇതിന് ഒരു കുഴപ്പം പറ്റിയില്ല എന്നുള്ള വലിയൊരു ഉദാഹരണമാണ് നിങ്ങൾ ഈ നോക്കി ഈ കൃഷ്ണൻ ഞാൻ വിഷുവിന് വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് ലീന ചേച്ചി ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു തന്നാണ്. ആ കൃഷ്ണനൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഇതാ ഞാൻ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. ഒരു ചളുക്കും ഇല്ല, ഒരു പൊട്ടലും ഇല്ല. ഇത് ഫൈബറിൻ്റെ കൃഷ്ണനാണ്, ഒന്നും പറ്റിയിട്ടില്ല. എൻ്റെ ചുറ്റും കാണിച്ചു തരാം. എന്ത് ഭംഗിയുള്ള കൃഷ്ണനാണ് കേട്ടോ. ഇതെല്ലാം ലീന ചേച്ചി എനിക്ക് അയച്ചു തന്ന, എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് ചേച്ചിക്ക്, പിന്നെ F7നും. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാനിതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചെയ്യുവാണോ എന്നുള്ളത്. പക്ഷേ ഓഫ്കോഴ്സ് ഞാൻ പറയും ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണ്. ഇത് എല്ലാവർക്കും അറിയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ F7 കൊറിയർ ഹബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഐറ്റംസൊക്കെ ഇങ്ങനെ അയക്കുന്നുണ്ട്. ഇപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ US സാധനങ്ങൾ കിട്ടാതെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഐറ്റംസൊക്കെ കിട്ടാതെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആ ആളുകൾക്ക് നല്ലൊരു ഉപകാരമാണ് ഈ ഒരു F7 കൊറിയർ ഹബ്ബ്. അപ്പം അത് തീർച്ചയായും ഞാൻ എല്ലാവരിലും എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പം ഇത് എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് മാത്രം ഞാൻ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയാലും എനിക്കൊരു കുഴപ്പവുമില്ല. കാരണം അത്രത്തോളം നല്ല രീതിയിലാണ്, എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ സാധനങ്ങൾ നാട്ടിൽ നിന്ന് എടുക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇത് വാൽക്കണ്ണാടിയാണ്. ഈ വാൽക്കണ്ണാടി ഒന്നും പൊട്ടിയിട്ട് കൂടിയില്ല, കണ്ണാടി പോലും പൊട്ടിയിട്ടില്ല. അപ്പം നിങ്ങളൊന്ന് അവരുടെ പാക്കേജിങ് ഇതുപോലെ ആയിരുന്നു എല്ലാ പാക്കേജ് അവർ നമുക്ക് തന്നത്. ഇതുപോലെ ഓരോ സിംഗിൾ റാപ്പ് ചെയ്തിട്ടായിരുന്നു കേട്ടോ നമുക്ക് തന്നത്. നല്ല എൻ്റെ കൃഷ്ണൻ താഴെ പോയി. പെർഫെക്റ്റ്ലി പാക്കേജ് ചെയ്തിട്ട് അവർ നമുക്ക് തീർച്ചയായും 100% നമുക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാം. അപ്പോൾ അവർ നമ്മുടെ നിന്ന് അധികം ഡ്യൂട്ടി ചാർജ് ഒന്നും എടുക്കത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ F7 കൊറിയർ ഹബിനെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അവിടെ കൊടുത്തിരിക്കാം. നോക്കി, എൻ്റെ കുപ്പിവളയൊന്നും പൊട്ടിയിട്ടില്ല. സാധാരണ ആൾക്കാർ ലഗേജിൽ ഒരുപാട് തുണിയിലൊക്കെ പൊതിഞ്ഞ് തന്നു വിടുന്നത്. നോക്കിക്കേ, ഇതൊക്കെ ഒന്നും പറ്റിയിട്ട് കൂടിയില്ല. അപ്പം ഞാനൊരു 200% നിങ്ങളുടെ അടുത്ത് പറയുന്നു, നിങ്ങൾക്ക് ഈ ഒരു F7 കൊറിയർ ഹബിൽ നിങ്ങളുടെ ഐറ്റം സേഫായിട്ട് USA മാത്രമല്ല എല്ലായിടത്തും ലോകമെമ്പാടും വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു കൊറിയർ സർവീസാണ്. അപ്പം തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ഞാനിവിടെ കൊടുത്തിരിക്കാം. അപ്പം അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്, അത് ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് അവരെ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യാം. നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. അതിലൊരു ഫർസാൻ എന്ന് പറയുന്ന ഒരു ആളുണ്ട്, പുള്ളിയാണ് ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. അപ്പം ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഒരു 1 day
നമുക്ക് സാധനം ഒരു ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു. അത് വേറെ ഒന്നും കണ്ടല്ല, വാർ പ്രോബ്ലം കാരണമായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ ആ സെയിം ഇവർ അയച്ചെന്ന കോസ്റ്റ്യൂം ഇട്ട് തന്നെയാണ് ഞങ്ങൾ സ്റ്റേജിൽ ഞങ്ങൾ കളിച്ചത്. അപ്പോൾ അതിന് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. അത് ഈ ഒരു കൊറിയർ ഹബ്ബുമായിട്ട് ഒരു ബന്ധവുമില്ല, വാർ പ്രോബ്ലം കാരണമായിരുന്നു. അപ്പം അതില്ലെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം കിട്ടും. ഏകദേശം അവർ പറയുന്നത് 7 വർക്കിംഗ് ഡേയ്സ് ആണ്. ആ 7 വർക്കിംഗ് ഡേയ്സ് പറഞ്ഞ പോലെ തന്നെ നടന്നു. കറക്റ്റ് ആ ഡേയ്സിൽ തന്നെ നമുക്ക് കിട്ടി. ഇതിന് മുന്നേ നമുക്ക് സാധനം കിട്ടിയേനെ, പക്ഷേ ഈ ഒരു വാർ പ്രോബ്ലം കാരണം ഇത് ജർമ്മനി പോയിട്ടാണ് നമുക്ക് ഈ സാധനം കിട്ടിയത്. അപ്പോൾ എന്തായാലും ഞാനിതുവരെ ജർമ്മനി പോയിട്ടില്ല, പക്ഷേ എൻ്റെ ഈ ഐറ്റംസ് ജർമ്മനി പോയിട്ടാണ് വന്നത്. അപ്പം ഞങ്ങൾ ഡ്രസ്സും ജർമ്മനി ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് വന്നതെന്നൊക്കെ പറയാനായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ താങ്ക്സ് ടു F7 കൊറിയർ ഹബ്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ അവരോട് താങ്ക്സ് പറയുന്നുണ്ട്. അപ്പോൾ ഈ പെട്ടി നോക്കിക്കേ, എന്തോരല്ലേ. താങ്ക് യു കേട്ടോ. ഈ പെട്ടിക്ക് എനിക്ക് ഒരുപാട് ഈ പെട്ടിയോട് എനിക്ക് കടപ്പാടുണ്ട്. അപ്പോൾ ഞാനിത് സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട് ഈ പെട്ടി എന്നൊന്ന് ഓർത്തിരിക്കാനായിട്ട്. പിന്നെ അതിനകത്തൊരു കുഞ്ഞിക്കണ്ണനെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ കുട്ടിക്കണ്ണൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവാനാണ് കൃഷ്ണൻ. എന്ത് ക്യൂട്ടാണെന്നല്ലേ കൃഷ്ണനെ കാണാനായിട്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തൊരു ഉമ്മ കൊടുക്കാനായിട്ട് തോന്നുന്നു. അതുപോലുള്ള ഒരു കുട്ടി കൃഷ്ണനാണ് എനിക്ക് ലീന ചേച്ചി നാട്ടിൽ നിന്ന് അയച്ചത്. ഇപ്പോൾ പിന്നെയും താങ്ക്സ് പറയണേ ലീന ചേച്ചി. പിന്നെ F7 കൊറിയർ ഹബ്ബ്, എത്ര പറഞ്ഞാലും ഈ ഒരു സാധനം നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ എനിക്കത് കിട്ടിയില്ല. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒരു ഡ്യൂട്ടി പോലും കൊടുക്കാത്തതിന്, ഡ്യൂട്ടി പോലും ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം ഒരുപാട് സന്തോഷമായി. പക്ഷെ എനിക്ക് കൃഷ്ണനെ കിട്ടിയത് വിഷു കഴിഞ്ഞായിരുന്നു, കാരണം ഈ പ്രോബ്ലംസൊക്കെ കാരണം. പക്ഷെ അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. അടുത്ത വർഷം എന്തായാലും ഈ കൃഷ്ണനെ ഞാൻ വിഷുവിന് കണി വെച്ചിട്ട് എല്ലാവരെയും കാണിക്കുന്നതാണ്. അപ്പം ഒരുപാട് സന്തോഷം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിൽ. താങ്ക് യു സോ മച്ച്. അപ്പം മറക്കാതെ എല്ലാവരും ഈ ഒരു കൊറിയർ സർവീസിനെ സപ്പോർട്ട് ചെയ്യുക.